നമസ്കാരം. ഹിമാലയൻ സന്യാസിയുമായുള്ള സത്സംഗത്തിന് ഗീതാഭവനിൽ എത്തേണ്ടത് കാരണം രാവിലെ തന്നെ ഗംഗയിൽ ആചമനം ചെയ്ത് ഗുരുവിനെ ധ്യാനിച്ച് മനസ്സ് സ്വച്ഛമാക്കി. ഗംഗയുടെ സ്പർശം അനിർവചനീയമായ അനുഭൂതി പകർന്നു. ഗംഗയുടെ രണ്ട് കരകളിലും നിരവധി ആശ്രമങ്ങൾ, നിരനിരയായി നീങ്ങുന്ന സന്യാസി വൃന്ദങ്ങൾ, ചുറ്റിനുമുള്ള പർവ്വതനിരകൾ, സാന്ദ്രമായി ഒഴുകുന്ന ഗംഗ എന്നിവയെല്ലാം നമുക്ക് അവാച്യമായ അനുഭവം പകരുന്നു. ഞങ്ങൾ റാംജൂലയ്ക്കടുത്തുള്ള അഗ്രവാൾ സീഡ്സിൽ നിന്നും ഖമൺ, ജിലേബി, പൂരി എന്നിവ കഴിച്ച് ബോട്ടിൽ അക്കരെ എത്തിയപ്പോൾ ഹിമാലയൻ സന്യാസി ഗീതാഭവനിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഗാർഡനിലെ ഒരു കോൺക്രീറ്റ് ബെഞ്ചിലിരുന്നു. അടുത്തുള്ള ബെഞ്ചിൽ ഞാനും ഇരുന്നു. ഹിമാലയൻ സന്യാസി എൻ്റെ ക്ഷേമാന്വേഷണം നടത്തി. ജലപാനം കഴിഞ്ഞുപോയി, തണുപ്പ് കാരണം എന്തെങ്കിലും വിഷമങ്ങളുണ്ടായോ ഇത്യാദി. തുടർന്ന് അദ്ദേഹം സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ സമകാലിക ലോകം പ്രഘോഷിക്കുന്ന കാര്യങ്ങളെ ദുഃഖത്തോടെ പ്രതിപാദിച്ചു. അദ്ദേഹം തുടർന്നു, സ്ത്രീ എങ്ങനെയാണ് ശക്തിയാകുക? തന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ തികഞ്ഞ ശുഷ്കാന്തിയോടുകൂടി ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അവൾ ആത്മജ്ഞാനിയായി പരിണമിക്കുന്നു. അവളുടെ ചിന്തകൾ സമൂഹ നന്മയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഇതിന് ഉപയുക്തമായ സാഹചര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇത്തരുണത്തിൽ ആത്മജ്ഞാനിയായ ഒരു ഗൃഹസ്ഥയുടെ കഥ ഞാൻ പറയാം. അദ്ദേഹം തുടർന്നു പറഞ്ഞു, ഈ കഥ മഹാഭാരതത്തിലെ വാനപർവ്വത്തിൽ വ്യാധഗീതയിലാണുള്ളത്. ഒരു ബ്രാഹ്മണകുമാരൻ ആത്മസാക്ഷാത്കാരത്തിനായി വീട് വിട്ട് കാട്ടിലെത്തി. വളരെ നിഷ്ഠയോടുകൂടി തപസ് അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഒരു ദിവസം മരത്തിൻ്റെ തണലിലിരുന്ന് ധ്യാനിക്കുമ്പോൾ മരച്ചില്ലയിൽ ഇരുന്ന ഒരു കൊക്ക് ഈ കുമാരൻ്റെ തലയിലും മുഖത്തുമായി കാഷ്ടിച്ചു. തപസ്സിന് ഭംഗം വന്ന ഇദ്ദേഹം കോപത്തോടുകൂടി ഈ കൊക്കിനെ നോക്കി. കൊക്ക് കരിഞ്ഞ് താഴ്ത്തു. താപസി തൻ്റെ തപശക്തിയിൽ ഗർവിതനായി. എന്നിട്ട് പുഴയിൽ പോയി ദേഹശുദ്ധി വരുത്തി ഗ്രാമത്തിലേക്ക് ഭിക്ഷാടനത്തിനായി. ആദ്യം കണ്ട വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മാ ഭിക്ഷാന്തേഹി, അമ്മാ ഭിക്ഷാന്തേഹി. ഉടനെ ഒരു വീട്ടമ്മ പുറത്തു വന്ന് പറഞ്ഞു, അല്ലയോ താപസി, ഞാൻ ഭർത്തൃ ശുശ്രൂഷയിലാണ്, കുറച്ചൊന്ന് ക്ഷമിക്കുക, ഞാൻ ഉടനെ ഭിക്ഷയുമായി എത്താം. എന്നാൽ കുറെ കഴിഞ്ഞിട്ടും വീട്ടമ്മ ഭിക്ഷയുമായി എത്താത്തത് കാരണം താപസി കോപാകുലനായി. വീട്ടമ്മ ഭിക്ഷയുമായി എത്തിയപ്പോൾ അവരെ ശകാരിച്ചുകൊണ്ട് തീഷ്ണമായി നോക്കി. ഉടനെ ഈ വീട്ടമ്മ പറഞ്ഞു, അല്ലയോ താപസി, കരിഞ്ഞു പോകാൻ ഞാൻ കൊക്കല്ല. ഇത് കേട്ട് താപസി സ്തബ്ധനായി. താൻ ധ്യാനിച്ചതും കൊക്കിനെ തപശക്തിയാൽ കരിച്ചതും വീട്ടിലിരിക്കുന്ന ഈ ഗൃഹസ്ഥ അറിഞ്ഞിരിക്കുന്നു. ഉടനെ താപസൻ ഈ അമ്മയെ നമസ്കരിച്ചിട്ട് മാപ്പപേക്ഷിച്ചു. തന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് യാചിച്ചു. ആ വീട്ടമ്മ പറഞ്ഞു, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് ഗൃഹധർമ്മം പാലിക്കേണ്ടതുണ്ട്. അതിനാൽ എനിക്ക് ആരെയും ശിഷ്യരായി സ്വീകരിക്കാൻ കഴിയില്ല. തുടർന്ന് ആ വീട്ടമ്മ ദീർഘമായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ധ്യാനം കൊണ്ടും തപസ്സുകൊണ്ടും ആർജിക്കുന്ന പുണ്യം ധർമ്മബോധമില്ലെങ്കിൽ നിഷ്ഫലമാകും. അതിനാൽ നിനക്ക് ധർമ്മബോധവും ആത്മജ്ഞാനവും ഉപദേശിച്ചു തരുവാൻ ഞാൻ ഒരു ഗുരുവിനെ പരിചയപ്പെടുത്താം. ഈ തെരുവിൻ്റെ അവസാനം ഒരു അറവുകാരൻ ഉണ്ട്, അദ്ദേഹത്തെ കാണുക. ഈ താപസി വളരെ ബുദ്ധിമുട്ടി അറവുശാല കണ്ടെത്തി. രക്തച്ചാലുകൾ, മാംസത്തിൻ്റെ മനം പഠിപ്പിക്കുന്ന ഗന്ധം, ദേഹമാസകലം രക്തക്കറയുമായി ഒരാൾ അറവ് കത്തിയുമേന്തി നിൽക്കുന്നു. താപസൻ അസ്തപ്രജ്ഞനായി നിന്നു. ഉടനെ അറവുകാരൻ ചോദിച്ചു, ആ വീട്ടമ്മ പറഞ്ഞിട്ടല്ലേ താങ്കൾ വന്നത്? ഇത് കേട്ട താപസൻ ചകിതനായി. ഇറച്ചിവെട്ടുകാരൻ താപസന് ധർമ്മോപദേശം നൽകി യാത്രയാക്കി. ഈ താപസിയാണ് പിൽക്കാലത്ത് പ്രശസ്തനായ കൗശിക ഋഷിയായി തീർന്നത് എന്നാണ് കഥ. ഹിമാലയൻ സന്യാസി തുടർന്നു, ഈ കഥ ഇവിടെ പറഞ്ഞത് ആത്മസാക്ഷാത്കാരത്തിനായി സ്ത്രീകൾ ഹിമാലയത്തിൽ വന്ന് തപസ് അനുഷ്ഠിക്കണമെന്നില്ല.
നിഷ്കാമമായി ഗൃഹധർമ്മം പാലിക്കുന്ന ഏതൊരു സ്ത്രീക്കും ആത്മജ്ഞാനം കൈവരിക്കാവുന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ ചില ആശ്രമങ്ങളിൽ നിന്ന് വന്ന ബ്രഹ്മചാരികൾക്ക് ഉപദേശം നൽകേണ്ടതിനാൽ ഹിമാലയൻ സന്യാസി സത്സംഗം തൽക്കാലം നിർത്തി. എന്നോട് ഗീതാ ഭവനിലെ വായനശാലയിൽ കാത്തിരിക്കാൻ അറിയിച്ചു. എന്നിട്ട് ബ്രഹ്മചാരികളുമായി നടന്നു നീങ്ങി. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടുത്ത പർവ്വത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.